അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഹൈദരാബാദി ബിരിയാണിയാണ്. വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അതിനായി 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സാജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചേർത്തിരിക്കുന്നത് ജാതിപത്രിയാണ്. ഹൈദരാബാദി ബിരിയാണിക്ക് ജാതിപത്രി അത്യാവശ്യമാണ്. പിന്നെ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും ഞാൻ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ചേർക്കുന്നത് ഒരു നാരങ്ങയുടെ നീരാണ്. ഇതൊരു വലിയ നാരങ്ങയുടെ നീരാണ്. ചെറിയ നാരങ്ങയാണെങ്കിൽ 2 എണ്ണം എടുക്കാം. അങ്ങനെ നാരങ്ങ നീരും ചേർത്ത് അതിനുശേഷം ഒരു 5 പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചതച്ചതൊക്കെ ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ചേർക്കുന്നത് പൊടി വകകളാണ്. അതിനായി കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് അളവിൽ മല്ലിയിലയും പുതിനയിലയും ഓരോ കപ്പ് വീതം ചേർത്ത് കൊടുക്കാം. അപ്പം മല്ലിയിലയും പുതിനയിലയും നമുക്ക് ധാരാളമായി ചേർക്കാം ഹൈദരാബാദി ബിരിയാണിയുടെ ചിക്കനൊക്കെ റെഡിയാക്കുന്നതിന്. അതിനുശേഷം ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ പുളിയില്ലാത്ത തൈര് ഒരല്പം ഉടച്ചെടുത്തിട്ടുണ്ട്. അത് 1 കപ്പ് അളവിൽ ഉടച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മളിത് ഒരു 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുഴച്ചതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ആ ഇലകളൊക്കെ ഈ ചിക്കനകത്തൊന്ന് ചേരത്തക്ക രീതിയിൽ ഒന്ന് കുഴച്ചെടുത്ത ശേഷം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതെല്ലാം നന്നായിട്ടൊന്ന് തത്തിപ്പൊത്തി എടുത്ത ശേഷം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും അരപ്പ് പിടിച്ചെന്ന് ആയ ശേഷം പിന്നെ നമുക്ക് ഇതൊന്ന് അടച്ച് ഫ്രിഡ്ജിലെ അടിയിലത്തെ തട്ടി വെച്ച് ഒരു 2 മണിക്കൂറിന് ശേഷം പുറത്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ചേരുവകളെല്ലാം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ തലേന്ന് ഇത് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാനൊരു 6 സവാള എടുത്തിട്ടുണ്ട്. ഈ സവാള നമുക്ക് ഈ ബിരിയാണിക്ക് അത്യാവശ്യമാണ്. അതായത് നമ്മുടെ ചിക്കനും നമ്മുടെ ബിരിയാണിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ സവാള കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഈ സവാള വറുത്തെടുക്കാനായതുകൊണ്ട് വളരെ നൈസായിട്ടാണ് ഇത് അരിഞ്ഞെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കനൊക്കെ വെളിയിലോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനിയും കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. അതിനായി ആദ്യം തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിൽ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതും കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. അതങ്ങനെ തന്നെ വെച്ചിട്ട് അതൊന്ന് തണുത്ത് കിട്ടട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമുള്ള സവാള വറുത്തെടുക്കാം. അതിനായി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് നമ്മൾ എടുത്തിരിക്കുന്ന സവാളയുടെ പകുതിയോളം ഇട്ട് കൊടുത്ത് അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ആദ്യം നമ്മൾ ചിക്കനിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ സവാള വറുത്തെടുക്കുന്നത്. രണ്ടാമത് വറുത്തെടുക്കുന്ന സവാളയാണ് നമ്മൾ ചോറിൽ ചേർക്കുന്നത്. അങ്ങനെയാണ് സവാള ഇതിൽ ചേർക്കുന്നത്. അങ്ങനെ ആദ്യത്തെ സവാളയെല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത് ബാക്കി വന്ന സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വറുത്തെടുത്ത സവാള ഈ നെയ്യൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ചിക്കനിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്കൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയുടെ കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ സവാള ഒന്ന് കൈ കൊണ്ട് ഞെരടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ എണ്ണയും നെയ്യും നമ്മുടെ സവാളയും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇത് ഒരു 10 മിനിറ്റ് വെച്ച ശേഷമാണ് ഞാനിത് ഒരു പാനിലേക്ക് മാറ്റുന്നത്. ഈ ചിക്കൻ റെഡിയാക്കി എടുക്കുന്ന ഒറ്റ ഒരു കാര്യം മാത്രമേ ഹൈദരാബാദി ബിരിയാണിക്ക് സ്പെഷ്യലായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ബിരിയാണി വെക്കുന്നത് പോലെ തന്നെ റൈസൊക്കെ എടുത്ത് അത് ഒന്ന് കുതിർത്തെടുത്ത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഹൈദരാബാദി ബിരിയാണിയുടെ ചിക്കനിലാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ ബിരിയാണിയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഹോം മെയ്ഡ് ഹൈദരാബാദി ബിരിയാണി തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ബിരിയാണിക്ക് ആവശ്യമായ റൈസ് എടുത്ത് കഴുകി വൃത്തിയാക്കി ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വലിയ അരി നോക്കി വേണം ഹൈദരാബാദി ബിരിയാണിക്ക് എടുക്കാൻ. 1/2 കപ്പ് അളവിൽ പാലെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുങ്കുമപ്പൂവാണ് മിക്സ് ചെയ്ത് വെക്കുന്നത്. അത് ഹൈദരാബാദി ബിരിയാണിക്ക് മസ്റ്റാണ്. അതിനുശേഷം ഞാനൊരു തവയിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ അരി വേവിക്കാനുള്ള വെള്ളം കൂടെ നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് പട്ട, ജീരകം, ഗ്രാമ്പൂ, ഏലയ്ക്ക, പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജാതിപത്രിയാണ് മെയിൻ. അതിനുശേഷം സാജീരകം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റാർ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ആ വെള്ളമൊക്കെ തിളച്ച് വരുന്ന നേരത്തിന് നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. വെള്ളം തിളച്ച് വരുന്ന സമയത്തിന് നമുക്ക് അരി കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അരിയെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ അരിയൊക്കെ വേകുന്ന സമയത്ത് ചോറൊന്ന് കടിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാല തയ്യാറാക്കാം. ഈ മസാല വെളിയിൽ വാങ്ങിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അതിൽ ഞാൻ ബേ ലീഫും സ്റ്റാർ ലീഫും ഏലയ്ക്ക, വലിയ ജീരകം, സാജീരകം ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ ചേർക്കുന്നത് പട്ടയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് വറുത്തതിന് ശേഷം വേണം നമുക്ക് ഈ മസാല തയ്യാറാക്കാൻ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ആ മസാല നമുക്ക് ചിക്കനിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചിക്കനിലോട്ട് ആ മസാലയുടെ ഒരു പകുതി ഭാഗം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ ഒന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇത് ഇളക്കി യോജിപ്പിക്കാൻ. നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഹൈദരാബാദി ബിരിയാണി ദം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് ഒരു 3/4 ഭാഗം വേഗേ ആകാവും. അപ്പോൾ ആ രീതിയിലാണ് ഞാനിതിൽ വെള്ളം ചേർത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് വേവിച്ചെടുത്തിരിക്കുന്നത്. ഊറ്റിയെടുക്കുമ്പോഴായാലും നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. ഒരു 3/4 ഭാഗം മാത്രമേ വേഗാവാവൂ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി കഴിയുമ്പോൾ നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ട ശേഷം നമുക്കിതിലേക്ക് റൈസ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. റൈസ് കുറേശ്ശെ ചേർത്തതിന് ശേഷം നമ്മൾ ഒരു ലെയർ ചേർത്തതിന് ശേഷം പിന്നെ നമ്മളിത് ചെയ്യുന്നത് പാലിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന കുങ്കുമപ്പൂ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ ആ സ്പൂണിൽ തന്നെ കോരി ഒരു 2-3 സ്പൂണ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചോറിന് നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടുന്നതാണ്. ആ ഹൈദരാബാദി ബിരിയാണിയുടെ ഒരു ടേസ്റ്റിന് പ്രധാനമാണ് ഈ കുങ്കുമപ്പൂ ചേർത്ത പാല്. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്ത ശേഷം വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ചോറ് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ 2 ലെയറായിട്ടാണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്.
അങ്ങനെ ചോറെല്ലാം ചേർത്ത ശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ബാക്കി ചേരുവകളെല്ലാം ചേർത്ത് ബാക്കി വന്ന മസാലയൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ദം ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ദം ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു 5 മിനിറ്റും കൂടെ വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ നമ്മൾ ഒരു പാനിൻ്റെ പുറത്തൊക്കെ വെക്കുന്നതാണെങ്കിൽ ഒരു 10 മിനിറ്റോളം നമുക്കിത് വെക്കേണ്ടി വരും. അപ്പം ഞാനിത് ഡയറക്റ്റ് ഫ്ലെയിമിൽ തന്നെ വെക്കുന്നത് കൊണ്ട് ഞാനൊരു 5 മിനിറ്റ് മാത്രമാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ഹോം മെയ്ഡ് ഹൈദരാബാദി ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ അതേ മണത്തിൽ തന്നെയാണ് ഈ ബിരിയാണി നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഹൈദരാബാദി ബിരിയാണിയുടെ മസാലയൊക്കെ നമുക്ക് വെളിയിൽ വാങ്ങാൻ കിട്ടും. ആ മസാല ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ആ മസാല വാങ്ങിച്ച് ഞാൻ ഈ പൊടിച്ചെടുത്ത മസാലയ്ക്ക് പകരം ചേർക്കാവുന്നതാണ്. അങ്ങനെ നമുക്കിത് ദം ചെയ്തെടുക്കാം. ദം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പാത്രമൊക്കെ മാറ്റി ഇത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ തവയിൽ വെച്ച് തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറേശ്ശെ ഒരു കാസറോളിലോട്ട് എടുത്താണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം വളരെയധികം രുചികരമായിട്ടുള്ള ഹൈദരാബാദി ബിരിയാണിയാണ് ഇവിടെ റെഡിയായിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.